ഇറ്റലി യാത്രയുടെ ഒരു കഥ കേട്ടാലോ? തിരുവോണത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാട്ടോ. നമ്മുടെ മഹേഷും സോനു ചേട്ടനും അതുപോലെ തന്നെ കൃതികയൊക്കെ അപ്പളേ സെറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടേ. എയർപോർട്ടിലെ ആൾക്കാർക്ക് ഞങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഓവർ സൈസ് ബാഗേജിനൊന്നും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇറ്റലി റോമിക്ക് കേട്ടോ നമ്മുടെ യാത്ര. അവിടുത്തെ ജ്ഞാനായ കാത്തലിക് കൺവെൻഷന്റെ വലിയൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പങ്കെടുക്കാൻ പോകുന്നത്. ഇറ്റലിക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേ ഒരുപാട് കൂട്ടുകാർ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. എല്ലാവരും അവിടെ വെച്ച് കാണാം. ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ സമയം നോക്കിയിട്ടേ അവസാനം ഈ എയർ അറേബ്യ കേട്ടോ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അജ്മാനിൽ ഏകദേശം 6 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഒരേ വൈബിനൊത്ത 4 ആൾക്കാരായതുകൊണ്ട് ഈ സമയം പോണത് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇറ്റലി പോകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് സോനു ചേട്ടൻ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മളെ വിളിച്ച സോനു ചേട്ടൻ ഒരുപാട് ഉമ്മകൾ നേരുന്നു. ഫ്ലൈറ്റ് 1 മണിക്കൂർ വൈകിയാലും നമ്മൾ അങ്ങനെ അവസാനം അജ്മാനിൽ എത്തിയിട്ടോ. ഒടുക്കത്തെ ചൂടാണ് ഇപ്പൊ അവിടെ, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. 6 മണിക്കൂർ ഒരു ഡിലേ ഉണ്ടായതുകൊണ്ടേ നമ്മളവിടെ ലോഞ്ച് ആക്സസ് എടുത്തിരുന്നേ. 3 മണിക്കൂറേ ലോഞ്ച് നമുക്ക് ലഭിക്കുള്ളൂ. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി സെറ്റ് ആക്കണം. ലോഞ്ചിൽ കയറി ഉടനെ തന്നെ നമ്മളെ മഹേഷ് ഭക്ഷണം കഴിക്കൽ തുടങ്ങിട്ടോ. ഞങ്ങൾ കയറാൻ കുറച്ച് വൈകിയോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തീരുന്ന സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ മഹേഷ് ഒരു സ്ഥലത്തേക്ക് ഉണ്ടാവുന്നുണ്ട്. ഫോണും പവർ ബാങ്കും ഒക്കെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മെഷീൻ കാണിച്ചിരട്ടെ. ഒരുപാട് ലോക്കറുകളുള്ള ഒരു മെഷീനാണ്. ഇതിൽ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് സെറ്റ് ചെയ്താൽ ഉടനെ തന്നെ നമ്മുടെ ലോക്കർ തുറന്നു വരും. നമുക്ക് ഫോണും പവർ ബാങ്കും അതിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുക്കാം. ഓരോരോ ഐഡിയകളെ. ഞങ്ങൾ അവസാനം അങ്ങനെ ഇനി റോമിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. ഗേറ്റ് നമ്പർ 22 വെച്ചിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. എന്തായാലും നമ്മൾ ഇറങ്ങി. ഇനി 6.5 മണിക്കൂർ യാത്ര ചെയ്യണം കേട്ടോ ഏകദേശം റോമിലെത്താൻ. ലോഞ്ചിന്ന് ഉറങ്ങാന്ന് കരുതിയൊന്നും നടന്നിട്ടില്ല. ഇനി എന്തായാലും കിടക്കണതേ ഓർമ്മ ഉണ്ടാവുള്ളൂ ഫ്ലൈറ്റിൽ. കണ്ടില്ലേ ഓരോ ആൾക്കാരെ ഉറക്കത്തിന്റെ അവസ്ഥ. ഉറങ്ങി കണ്ണു തുറന്നപ്പോഴേക്കും നമ്മൾ റോമിലെത്തിട്ടോ. അജ്മാനിന്ന് ലോക്കായ ഫോൺ ഇറ്റലി എത്തിയപ്പോഴേക്കും ഓപ്പൺ ആയിട്ടോ. അതിന്റെ സന്തോഷത്തിലാണ് മഹേഷ്. ഒടുവിൽ നമ്മൾ ഇതാ റോമിലെത്തിയ കാര്യം ഏറെ സ്നേഹത്തോടെ സൂചിപ്പിക്കുകയാണ്. ഇനി എമിഗ്രേഷനും കൂടിയും കഴിയണം. എല്ലാവരും നല്ലൊരു ഉറക്കം പാസ്സാക്കിയതുകൊണ്ട് ഏകദേശം എനർജി തിരിച്ചു കിട്ടിയ പോലെ തന്നെയാണ്. അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞ് പെട്ടിയും കിട്ടി. പക്ഷേ ഈ എയർ അറേബ്യക്കാർ നമുക്കൊരു 8ന്റെ പണി തന്നിട്ടുണ്ടേ. സോനുവേട്ടന്റെ ബാഗ് സൈഡിൽ പൊട്ടിപ്പോയി. കംപ്ലൈന്റ് ചെയ്യാൻ പോയപ്പോൾ അത് സൈറ്റിൽ പറയണമെന്നാ പറഞ്ഞത്. ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ റോമിലെ പ്രിയപ്പെട്ടവരോടെ കാത്തുണ്ടായിരുന്നേ. അപ്പേക്ക് നമ്മുടെ അഭിഷാദേട്ടനും കൂടി അവിടെ എത്തിയിട്ടോ. ഇപ്പൊ ഞങ്ങൾ ഏകദേശം എല്ലാവരും ഫുള്ളായി. അതിനുശേഷം നല്ലൊരു പിസ്സയൊക്കെ കഴിച്ചു. എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും വിശപ്പിന്റെ ഊക്കൊണ്ട് നന്നായി കഴിക്കേണ്ടായി. ഇനി എന്തായാലും കുറച്ച് ദിവസം ഇറ്റലി കാഴ്ചകളൊക്കെ കാണാട്ടോ. എല്ലാവരും ഒപ്പം ഉണ്ടാവണേ. അപ്പൊ ബായ്.